ക്രിപ്റ്റോഗ്രഫിയിൽ നമ്മുടെ ആദ്യത്തെ മൊഡ്യൂൾ ക്ലാസിക്കൽ ക്രിപ്റ്റോഗ്രഫിയാണ്. ഈ മൊഡ്യൂളിൽ ക്രിപ്റ്റോഗ്രഫിയുടെ കോൺസെപ്റ്റും സിമ്പിളായിട്ടുള്ള കുറച്ച് ക്രിപ്റ്റോ സിസ്റ്റംസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഒരു ക്രിപ്റ്റോ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഒരാൾക്ക് സെക്യൂർ അല്ലാത്ത ഏതെങ്കിലും ഒരു ചാനലിലൂടെ ലൈക്ക് ടെലിഫോൺ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എക്സെട്ര ഇതുപോലെ ഏതെങ്കിലും ഒരു ചാനലിലൂടെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു മെസ്സേജ് മറ്റൊരാളോട് അറിയിക്കണമെന്ന് വിചാരിക്കുക. ഇവർ രണ്ടുപേരും അല്ലാതെ ഒരു തേർഡ് പാർട്ടി ഈ കമ്മ്യൂണിക്കേഷൻ ആക്സസ് ചെയ്യുവാൻ പോസിബിലിറ്റീസ് ഉണ്ട്. ആക്ച്വൽ മെസ്സേജിനെ ഏതെങ്കിലും ഒരു ആൽഗോരിതം അപ്ലൈ ചെയ്ത് മറ്റൊരു ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് ആ ന്യൂ ഫോർമാറ്റ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ തേർഡ് പാർട്ടി അത് ആക്സസ് ചെയ്താലും എന്താണ് ആക്ച്വൽ മെസ്സേജ് എന്ന് മനസ്സിലാക്കുവാൻ അയാൾക്ക് സാധിക്കുകയില്ല. ആക്ച്വലി മെസ്സേജ് റിസീവ് ചെയ്യേണ്ട ആൾക്ക് മെസ്സേജ് അയച്ച ആൾ യൂസ് ചെയ്ത ആൽഗോരിതം എന്താണെന്ന് അറിയുകയും അത് യൂസ് ചെയ്ത് ഒറിജിനൽ മെസ്സേജ് ഡീകോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. സോ ഇതുപോലെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് കുറച്ചുകൂടി സെക്യൂർഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആക്ച്വൽ മെസ്സേജിൻ്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുവാൻ യൂസ് ചെയ്യുന്ന ആൽഗോരിതംസ് കോംപ്ലിക്കേറ്റഡ് ആവുന്നതിനനുസരിച്ച് മെസ്സേജും കൂടുതൽ സെക്യൂർ ആയിരിക്കും. ഇതാണ് ക്രിപ്റ്റോഗ്രഫിയുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഇവിടെ നമ്മൾ ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ചാനലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രണ്ടുപേരെ യൂഷ്വലി റെഫർ ചെയ്യുന്നത് ആലിസ് ആൻഡ് ബോബ് എന്നാണ്. അവർക്കൊരു ഓപ്പോണൻ്റ് ഉണ്ട്, ഓസ്കാർ, അതായത് നേരത്തെ പറഞ്ഞ തേർഡ് പാർട്ടി. സോ ആലീസും ബോബും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓസ്കാർ ഹാക്ക് ചെയ്താലും ആൾക്ക് ഒറിജിനൽ മെസ്സേജ് എന്താണെന്ന് മനസ്സിലാകരുത്. അതിനുവേണ്ടി ആക്ച്വൽ മെസ്സേജിൻ്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആലീസിന് ബോബിന് അയക്കേണ്ട ഒറിജിനൽ ഇൻഫർമേഷനെയാണ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് വിളിക്കുന്നത്. അത് ചിലപ്പോൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആവാം, ന്യൂമറിക്കൽ ഡാറ്റ ആവാം, അവയുടെ കോമ്പിനേഷൻ ആവാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ. അതിന് പ്രത്യേകിച്ചൊരു സ്ട്രക്ചറൊന്നുമില്ല. പ്ലെയിൻ ടെക്സ്റ്റിനെ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും കീ യൂസ് ചെയ്ത് ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ന്യൂ ടെക്സ്റ്റിനെയാണ് സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ സൈഫർ ടെക്സ്റ്റാണ് കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. തേർഡ് പാർട്ടി ഈ സൈഫർ ടെക്സ്റ്റ് കണ്ടാലും എൻക്രിപ്ഷൻ യൂസ് ചെയ്ത കീ ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് പ്ലെയിൻ ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാവുകയില്ല. എല്ലായ്പ്പോഴും എൻക്രിപ്ഷൻ കീ സെയിം ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ തവണ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ തേർഡ് പാർട്ടി ആ കീ കണ്ടുപിടിച്ച് സൈഫർ ടെക്സ്റ്റിൽ നിന്നും ഒറിജിനൽ മെസ്സേജ് ഡീകോഡ് ചെയ്യുവാൻ ചാൻസ് ഉണ്ട്. സോ എൻക്രിപ്ഷൻ കീ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാറുണ്ട്. ആക്ച്വലി മെസ്സേജ് റിസീവ് ചെയ്യേണ്ട ബോബിന് എൻക്രിപ്ഷൻ കീ അറിയാവുന്നതുകൊണ്ട് സൈഫർ ടെക്സ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒറിജിനൽ മെസ്സേജ് ഡീകോഡ് ചെയ്തെടുക്കുന്നു. ഈ പ്രോസസ്സിനെയാണ് ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ക്രിപ്റ്റോഗ്രഫിയുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഇതിന് മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസ് യൂസ് ചെയ്ത് ഫോർമുല നമുക്ക് ഡിഫൈൻ ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ ഒരു ഓട്ടോമാറ്റ് എന്താണെന്ന് ഫോർമുല ഡിഫൈൻ ചെയ്തത് കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലൊരു ഫോർമൽ ഡെഫിനിഷനാണ് ഒരു ക്രിപ്റ്റോ സിസ്റ്റത്തിനും. എ ക്രിപ്റ്റോ സിസ്റ്റം ഈസ് എ ഫൈവ് ടപ്പിൾ സ്ക്രിപ്റ്റ് പി, സ്ക്രിപ്റ്റ് സി, സ്ക്രിപ്റ്റ് കെ, എപ്സിലോൺ, സ്ക്രിപ്റ്റ് ഡി, where the following conditions are satisfied. First one, script P is a finite set of possible plain text. Second one, script C is a finite set of possible cipher text. Third one, script K, the key space is a finite set of possible keys. And fourth one, for each K belongs to script K, there is an encryption rule EK belongs to epsilon and a corresponding decryption rule DK belongs to script D. Each EK from script P to script C and DK from script C to script P are functions such that DK of EK of x equal to x for every plain text element x belongs to script P. സോ ഒരു ക്രിപ്റ്റോ സിസ്റ്റം ഡിറ്റർമിൻ ചെയ്യുന്നത് 5 കാര്യങ്ങളാണ്. ആദ്യത്തേത് പോസിബിൾ ആയിട്ടുള്ള പ്ലെയിൻ ടെക്സ്റ്റുകളുടെ കളക്ഷൻ സ്ക്രിപ്റ്റ് പി. അതിലെ എലമെൻറ്റ്സിനെ ഫൈനൈറ്റ് സ്ട്രിങ്ങുകളായിട്ട് കൺസിഡർ ചെയ്യാം. ആ സ്ട്രിങ്ങുകളിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സോ അതല്ലെങ്കിൽ നമ്പേഴ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിരിക്കാം. രണ്ടാമത്തേത് പ്ലെയിൻ ടെക്സ്റ്റുകളെ പല വിധത്തിൽ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോസിബിൾ ആയിട്ടുള്ള സൈഫർ ടെക്സ്റ്റുകളുടെ കളക്ഷൻ സ്ക്രിപ്റ്റ് സി. തേർഡ് വൺ പോസിബിൾ ആയിട്ടുള്ള എൻക്രിപ്ഷൻ കീകളുടെ കളക്ഷൻ സ്ക്രിപ്റ്റ് കെ. അതിനെ കീ സ്പേസ് എന്നാണ് വിളിക്കുന്നത്. ഫോർത്ത് വൺ കീ സ്പേസിലെ ഓരോ കീക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻക്രിപ്ഷൻ റൂളുകളുടെ കളക്ഷൻ എപ്സിലോൺ. ആൻഡ് ഫൈനലി ഓരോ എൻക്രിപ്ഷൻ റൂളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീക്രിപ്ഷൻ റൂളുകളുടെ കളക്ഷൻ സ്ക്രിപ്റ്റ് ഡി. ഇവ സാറ്റിസ്ഫൈ ചെയ്യേണ്ട 4 കണ്ടീഷൻസും ഉണ്ട്. ഫസ്റ്റ് 3 കണ്ടീഷൻസ് ഫസ്റ്റ് 3 സെറ്റുകളിലെ എലമെൻറ്റ്സുകളെ കുറിച്ചാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മെയിനായിട്ടുള്ള ഫോർത്ത് കണ്ടീഷനിൽ പറയുന്നത് കീ സ്പേസിലെ ഏതൊരു കീ കെ ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എൻക്രിപ്ഷൻ റൂള് ഇ കെ സെറ്റ് എപ്സിലോണിൽ ഉണ്ടായിരിക്കുമെന്നും
ആ എൻക്രിപ്ഷൻ റൂളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡീക്രിപ്ഷൻ റൂൾ DK സ്ക്രിപ്റ്റ് Dയിൽ ഉണ്ടായിരിക്കുമെന്നുമാണ്. ഈ റൂളുകളെല്ലാം ഓരോ ഫങ്ഷൻസാണ്. എൻക്രിപ്ഷൻ റൂൾ EK പ്ലെയിൻ ടെക്സ്റ്റുകളുടെ കളക്ഷനിൽ നിന്നും സൈഫർ ടെക്സ്റ്റുകളുടെ കളക്ഷനിലേക്കുള്ള ഒരു ഫംഗ്ഷനും ഡീക്രിപ്ഷൻ റൂൾ DK സൈഫർ ടെക്സ്റ്റുകളുടെ കളക്ഷനിൽ നിന്നും പ്ലെയിൻ ടെക്സ്റ്റുകളുടെ കളക്ഷനിലേക്കുള്ള ഒരു ഫംഗ്ഷനുമാണ്. അവയുടെ പ്രത്യേകത ഇതാണ്: ഏതൊരു പ്ലെയിൻ ടെക്സ്റ്റ് എലമെൻറ്റ് X യൂസ് ചെയ്താലും DK ഓഫ് EK ഓഫ് X X തന്നെയായിരിക്കും. അതായത് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് Xനെ എൻക്രിപ്ഷൻ റൂൾ EK അപ്ലൈ ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൈഫർ ടെക്സ്റ്റിനെ, അതാണ് EK ഓഫ് X. ആ സൈഫർ ടെക്സ്റ്റിനെ കറസ്പോണ്ടിങ് ഡീക്രിപ്ഷൻ റൂൾ അപ്ലൈ ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്താൽ കിട്ടുന്ന പ്ലെയിൻ ടെക്സ്റ്റ് X തന്നെയാണ്. ഫങ്ഷൻസിൻ്റെ ടേംസിൽ പറയുമ്പോൾ DK കോമ്പോസിറ്റ് EK സ്ക്രിപ്റ്റ് Pയിൽ നിന്നും ആ സെറ്റിലേക്ക് തന്നെയുള്ള ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് പറയാം. നമുക്ക് നമ്മുടെ എക്സാമ്പിളിലേക്ക് വരാം. ആദ്യം ആലീസും ബോബും കീ സ്പേസിൽ നിന്നും റാൻഡം ആയിട്ടൊരു കീ K സെലക്ട് ചെയ്യുന്നു. അത് അവർ രണ്ടുപേരും ഒരുമിച്ച് സെയിം പ്ലേസിലുള്ളപ്പോഴോ അതല്ലെങ്കിൽ രണ്ടുപേരും ഡിഫറെൻറ്റ് പ്ലേസിലാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് അക്സസ് ചെയ്യുവാൻ സാധിക്കാത്ത ഏതെങ്കിലും സെക്യൂർ ആയിട്ടുള്ള ചാനലിലൂടെ ബോബിനെ അറിയിക്കുകയോ ചെയ്യാം. എനിവേ തേർഡ് പാർട്ടിക്ക് ആക്സസ് ചെയ്യുവാൻ സാധിക്കാത്ത വിധത്തിൽ ആലീസും ബോബും ഒരു കീ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം മറ്റൊരു ദിവസം ആലീസിന് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു മെസ്സേജ് ഇൻസെക്യൂർ ആയിട്ടുള്ള ചാനലിലൂടെ ബോബിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ആ മെസ്സേജ് ഒരു സ്ട്രിങ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ലെറ്റ് ഇറ്റ് ബി ഗിവൺ ബൈ ദി സ്ട്രിങ് x ഈക്വൽ ടു x1 x2 എക്സെട്ര xn ഫോർ സം ഇൻറ്റിജർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതിലെ ഓരോ പ്ലെയിൻ ടെക്സ്റ്റ് സിംബൽസ് Xയും സ്ക്രിപ്റ്റ് Pയിലെ മെമ്പേഴ്സാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അവർ ആദ്യം ഒരു കീ K സെലക്ട് ചെയ്തിരുന്നു. ആ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എൻക്രിപ്ഷൻ റൂൾ EKയും ഡിക്രിപ്ഷൻ റൂൾ DKയും ഉണ്ടായിരിക്കും. എൻക്രിപ്ഷൻ റൂൾ EK യൂസ് ചെയ്ത് ഓരോ പ്ലെയിൻ ടെക്സ്റ്റ് സിംബൽ Xiകളും എൻക്രിപ്റ്റ് ചെയ്യുന്നു. സോ ഓരോ Xiക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സൈഫർ ടെക്സ്റ്റ് കിട്ടും. അത് YI ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് EK ഓഫ് Xi ഈക്വൽ ടു YI ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഓരോ YIകളും സ്ക്രിപ്റ്റ് Cയിലെ മെമ്പേഴ്സ് ആയിരിക്കും. ദെൻ സൈഫർ ടെക്സ്റ്റിൻ്റെ Y1 Y2 എക്സെട്ര YN എന്നുള്ള സ്ട്രിങ്ങിനെ Y എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈ സൈഫർ ടെക്സ്റ്റാണ് കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ ബോബിന് സെൻഡ് ചെയ്യുന്നത്. ബോബിന് സൈഫർ ടെക്സ്റ്റിൻ്റെ സ്ട്രിങ് റിസീവ് ആയാൽ ഡീക്രിപ്ഷൻ റൂൾ DK യൂസ് ചെയ്ത് അത് ഡീക്രിപ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ ബോബിന് ഒറിജിനൽ മെസ്സേജായ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ സ്ട്രിങ് X ഈക്വൽ ടു X1 X2 എക്സെട്ര XN കിട്ടും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം: എല്ലാ എൻക്രിപ്ഷൻ ഫങ്ഷൻസും ഇൻജക്റ്റീവ് ആയിരിക്കണം, അതായത് 1 to 1 ആയിരിക്കണം. അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കുകയില്ല. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു എൻക്രിപ്ഷൻ ഫംഗ്ഷൻ EK 1 to 1 അല്ല എന്ന് അസ്യൂം ചെയ്യുക. സോ EK ഓഫ് X1 ഈക്വൽ ടു EK ഓഫ് X2 ഫോർ സം X1 നോട്ട് ഈക്വൽ ടു X2. ലെറ്റ് Y ഈക്വൽ ടു EK ഓഫ് X1 വിച്ച് ഇസ് ഈക്വൽ ടു EK ഓഫ് X2. ദെൻ Y എന്ന സൈഫർ ടെക്സ്റ്റ് ബോബിന് റിസീവ് ചെയ്താൽ ബോബ് അത് ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് X1 ആണോ X2 ആണോ എന്ന് പറയുവാൻ സാധിക്കുകയില്ല. സോ എല്ലാ എൻക്രിപ്ഷൻ ഫങ്ഷൻസും 1 to 1 ആയിരിക്കണം. സ്ക്രിപ്റ്റ് Pയും സ്ക്രിപ്റ്റ് Cയും ഈക്വൽ ആണെങ്കിൽ എൻക്രിപ്ഷൻ ഫംഗ്ഷൻ ഒരു പെർമിറ്റേഷൻ ആയിരിക്കും. അതായത് പ്ലെയിൻ ടെക്സ്റ്റുകളുടെ സെറ്റും സൈഫർ ടെക്സ്റ്റുകളുടെ സെറ്റും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ എല്ലാ എൻക്രിപ്ഷൻ ഫങ്ഷൻസും ഈ സെറ്റിലെ എലിമെൻസുകളെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുകയാണ്, അതായത് പെർമ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ക്രിപ്റ്റ് Pയിലെ ഒരു എലമെൻറ്റിനെ എൻക്രിപ്റ്റ് ചെയ്താൽ ആ സെറ്റിൽ തന്നെ മറ്റൊരു എലമെൻ്റാണ് കിട്ടുക എന്നാണ്.